നമസ്കാരം. പാകിസ്ഥാന് ഇന്നലെ കറുത്ത ദിവസമായിരുന്നു. പാകിസ്ഥാനിൽ ബലൂച്ചൻ ലിബറേഷൻ ആർമി ട്രെയിൻ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. അതിന്റെ ഉത്തരവാദിത്തം അവർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. തടവിലാക്കപ്പെട്ട തങ്ങളുടെ ആളുകളെ മോചിപ്പിച്ചാൽ യാത്രക്കാരെ വിട്ടയക്കാമെന്ന് BLA വക്താവ് ജിയാൻ ബലൂച്ച് പ്രസ്താവനയിൽ അറിയിച്ചു. എന്നാൽ ഇത്തരം ആവശ്യങ്ങൾ സർക്കാർ മുമ്പും നിരസിച്ചിട്ടുള്ളതിനാൽ ഈ വാഗ്ദാനവും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല. 400 പേർ സഞ്ചരിച്ച ട്രെയിൻ തടഞ്ഞ് യാത്രക്കാരെ ബന്ദികളാക്കിയ സംഭവത്തിൽ സംഘത്തിന്റെ നീക്കങ്ങൾ നിയന്ത്രിച്ചത് അഫ്ഗാനിസ്ഥാനിൽ ഇരുന്ന് എന്ന് പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഒരു സാറ്റലൈറ്റ് ഫോണിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ട്രെയിൻ ഹൈജാക്ക് എല്ലാം ഒരു അജ്ഞാതനായ ഒരു വ്യക്തി നിയന്ത്രിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേന പറഞ്ഞിരിക്കുന്നത്. വിദേശത്തുള്ള തങ്ങളെ നിയന്ത്രിക്കുന്ന ആളുമായി സാറ്റലൈറ്റ് ഫോൺ വഴി ഇവർ ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് പാക് സുരക്ഷാ സേന വ്യക്തമായി പറയുന്നത്. ക്വറ്റയിൽ നിന്നും പേഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിനു നേരെയാണ് തീവ്രവാദികൾ വെടിയുതിർത്തുകയും അതോടൊപ്പം തന്നെ ട്രെയിൻ ഡ്രൈവർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത ശേഷം യാത്രക്കാരെ ബന്ദികളാക്കിയത്. അഫ്ഗാനിസ്ഥാനിലെ ഒരു സൂത്രധാരൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഹാൻഡിൽമാരുമായി ആശയവിനിമയം നടത്താൻ ആക്രമണകാരികൾ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്, സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാനിലെ ജിയോ TV അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമികൾ റെയിൽവേ ട്രാക്കിൽ ബോംബെറിഞ്ഞ് ട്രെയിനിൽ ഇടിച്ചു കയറി ലോക്കോമോട്ടീവിന് നേരെ വെടിയുതിർത്തുകയും ഡ്രൈവർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒരു തുരങ്കത്തിന് തൊട്ട് മുമ്പ് നിർത്തിയ ട്രെയിൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതിർത്തിക്കടുത്തുള്ള ഒരു വിദൂര പർവ്വത പ്രദേശത്ത് വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതുവരെ 16 തീവ്രവാദികൾ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേറ്റതായി ആണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ബലൂചിസ്ഥാനിൽ രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ തങ്ങൾ ബന്ദികളാക്കിയ ആളുകളെ ലക്ഷ്യം വയ്ക്കുമെന്നും 48 മണിക്കൂർ മുമ്പ് അവർ അന്ത്യശാസനം നൽകിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രണ്ടാമത്തെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ ബന്ദികളെ കൊല്ലാൻ മടിക്കില്ല എന്ന് അവർ പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചാൽ എല്ലാ ബന്ദികളെയും വധിക്കുമെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. ആളുകൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ വെടിവെപ്പിൽ ട്രെയിൻ ഡ്രൈവർക്കും നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. അവസാന ഭീകരനെ ഇല്ലാതാക്കുന്നതുവരെ ഓപ്പറേഷൻ തുടരുമെന്നും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ദുഷ്കരമായ ഭൂപ്രദേശം കാരണം ഓപ്പറേഷൻ സങ്കീർണമാണെന്ന് അവർ പറഞ്ഞു. ട്രെയിനിന്റെ ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചതായി റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ജനുവരി മാസത്തിൽ ആക്രമണങ്ങൾക്ക് 42% വർദ്ധിച്ചതായി പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ പറയുന്നത് മുഴുവൻ യാത്രക്കാരെയും ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചതിനു ശേഷം മാത്രമേ പിൻവാങ്ങൂ, അല്ലെങ്കിൽ അവരുടെ ദൗത്യം അവസാനിപ്പിക്കൂ എന്നാണ് പാകിസ്ഥാൻ ആർമിയുടെ തലവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.